ഈ ഹിന്ദു പുരാണത്തിൽ ഭസ്മാസുരൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇദ്ദേഹത്തിന് അച്ഛനും അമ്മയിട്ട പേരെന്തായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. SLC ബുക്കിൽ എന്തായിരുന്നു പേരെന്ന് നമുക്കറിയില്ല. ഇദ്ദേഹം ഭസ്മാസുരൻ എന്ന പേരിൽ അറിയപ്പെടാൻ ഇടയായ സാഹചര്യത്തെക്കുറിച്ചാണ് ഈ കഥ. അദ്ദേഹം വെറുതെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പുള്ളിക്ക് പരമശിവനോട് ഭയങ്കരമായ ഭക്തി തോന്നി. അപ്പോൾ മുതൽക്ക് അദ്ദേഹം ഭക്തി പാരവശ്യത്തോടി തപസ് ചെയ്യാൻ തുടങ്ങി. പണ്ടിങ്ങനെയാണ്. ഇപ്പോഴേക്കാണെങ്കിൽ വല്ല കോൺഗ്രസ്സുകാരനെ പെട്ടി പിടിച്ച് നേതാവാൻ ആൾക്കാർ താല്പര്യപ്പെടുന്ന പോലെ പണ്ട് ഏതെങ്കിലും ദേവന്മാരെ അതിശക്തമായിട്ട് തപസ് ചെയ്യാണ് പതിവ്. മഹാവിഷ്ണുവിനെ, അല്ലെങ്കിൽ ബ്രഹ്മാവിനെ, അതുമല്ലെങ്കിൽ പരമശിവനെ, ഈ 3 പേരെ തപസ് ചെയ്യാറുള്ളൂ. ഇവിടെ ഈ ഭസ്മാസുരൻ എന്ന് പേര് കിട്ടപ്പെട്ട ആൾ, അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തിലെ പേര് നമുക്കറിയില്ല, പുള്ളി അതിശക്തമായിട്ട് തപസ് ചെയ്തു. ഈ തപസ് ചെയ്ത് അവസാനം പരമശിവന് നിക്കകളില്ലാത്ത സ്റ്റേജ് വന്നു. പുള്ളി അവിടെ നിന്ന് ഈ അസുരൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഭക്ത, നിന്നിൽ നാം പ്രസാദിച്ചിരിക്കുന്നു, എന്ത് വരമാണ് വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ ഭസ്മാസുരൻ ഉടനെ 2 കൈയും കൂപ്പിക്കൂടെ പറഞ്ഞു, ഭഗവാൻ പരമശിവൻ, ഞാൻ അങ്ങയുടെ ഒരു വലിയ ഭക്തനാണ്, ആരാധകനാണ്, എനിക്ക് ഒരു വരം തന്നാൽ മതി. അപ്പോൾ പരമശിവൻ ചോദിച്ചു, എന്താണ്? നീ എന്ത് ചോദിച്ചാലും ഞാൻ തരാൻ നിർബന്ധിതനാണല്ലോ, ചോദിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഭസ്മാസുരൻ പറഞ്ഞു, ഞാനിങ്ങനെ നിന്നിട്ട് വെറുതെ കൈ കൊണ്ട് ചൂണ്ടുവിരലുകൊണ്ട് ചൂണ്ടിയാൽ ആ ചൂണ്ടപ്പെടുന്ന ആളാരാന്ന് വെച്ചാൽ അയാളെ ഭസ്മമായി തീർന്നു.